നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഫുൾ ടൈം ട്രേഡർ ആണ്. നമുക്ക് നിഫ്റ്റി വരും ദിവസങ്ങളിലെ മാർക്കറ്റിന്റെ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കാം. കറണ്ട് ട്രെൻഡ് എന്താണ്? നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്കായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല് 22,320 22,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു അപ്പ് മൊമെന്റ് മാത്രമാണ്. നമുക്ക് ഇന്ന് ഇൻട്രാഡേയിൽ സംഭവിച്ചു നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കണം. ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. അങ്ങനെ നിഫ്റ്റിയിലായാലും ഈ ഒരു ഏരിയയിൽ വലിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. വലിയൊരു ഗ്യാപ് ഡൗൺ വന്നിട്ടാണ് ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വരെ നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഏരിയയുടെ മുകളിലേക്ക് ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് നിലനിർത്തിയാലാണ് മാർക്കറ്റിന് ഒരു ഹയർ ലെവലിലേക്ക് വീണ്ടും ഒരു ഷോർട്ട് ടൈം മൊമെന്റത്തിന് സാധ്യത. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ് മാത്രമാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. നമുക്കൊരു ബൈയിലേക്ക് കടന്നിട്ടില്ല. നിഫ്റ്റി ഇപ്പോഴും ബൈയിലേക്ക് കടന്നിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങളിലെ ലെവൽസ് ഇപ്പൊ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം വരുന്ന ലെവൽസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ടുള്ള ടണ്ണിൽ നിലനിൽക്കാനായിട്ട് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം, 22,320 ഹോൾഡ് ചെയ്തിട്ടായിരുന്നു നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു 22,450 താഴെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഇതിന്റെ മുകളിൽ നിലനിൽക്കുമ്പോഴാണ് നിഫ്റ്റി ഒരു ബൈയിലെ സിറ്റുവേഷൻ നോക്കേണ്ടതുള്ളൂ. അതിനുശേഷമായാലും നിഫ്റ്റി 22,320 ഹോൾഡ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ബൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പൊ നിഫ്റ്റി 22,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് കവറിങ്ങിന് തന്നെയാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വർക്ക്ഔട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് സെറ്റപ്പ് നോക്കാം. വരും ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ നമുക്ക് ഏതാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഒരു ദിവസം എക്സ്പയറി ആണ്. എക്സ്പയറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പയറി ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിലായാലും നമുക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിഫ്റ്റിയിലായാലും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഏരിയയിലുള്ള ട്രാപ്പ് സോൺ ആണ്. ഈ ഏരിയയിൽ എങ്ങനെയാണ് നിഫ്റ്റി മൊമെന്റം നിലനിർത്തുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ 22,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരിക്കുകയാണ്. 22,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഈ ഒരു റേഞ്ച് വരെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നനുസരിച്ചാണ് നമുക്കൊരു ഹയർ ലെവൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിഫ്റ്റിയുടെ എക്സ്പയറി നാളെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊസിഷൻ ഷോർട്ട് കവറിങ് പൊസിഷൻ ഓൾമോസ്റ്റ് സാധ്യത ഈ ഒരു റേഞ്ചിൽ തന്നെ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി നിലനിർത്താനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഒരുപാട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പയറി ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ നിലനിർത്താനും സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏതാണ് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് രാവിലെ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്തായാലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണോ, സപ്പോർട്ടിന്റെ ഒരു മുകളിലാണോ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇന്റർണൽ ലെവലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇന്റർണൽ ലെവലാണ് ഇത് പറയുന്നത്. 5 മിനിറ്റ് ടൈം ഫ്രെയിലാണ് പറയുന്നത്. നമുക്ക് ലോങ് ടൈം വ്യൂവിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് ഇത് നെക്സ്റ്റ് ഡയറ ക്ലോസിങ്ങിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിഫ്റ്റിയിലായാലും നമുക്ക് മാനേജ് ചെയ്യേണ്ട സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 22,460 എടുത്താൽ മതി. 22,460 460 താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 460 താഴെ നമുക്ക് സപ്പോർട്ട് വരുന്നത് 22,380 സപ്പോർട്ടാണ്. 22,380 സപ്പോർട്ട്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 22,320. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 22,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് കവറിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലുകൾ സപ്പോർട്ടായിട്ട് നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. നിഫ്റ്റിയിലായാലും 22,250 വരെ സ്ട്രോങ് സപ്പോർട്ടാണ് ലോവർ ലെവല്. 22,250. അപ്പൊ എക്സ്പയറി ഡേയിൽ 22,250 വരെ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. പക്ഷെ ഓപ്പൺ ചെയ്യുന്നത് 22,250 താഴെയാണെങ്കിലാണ് വലിയൊരു ഫാളിന്
എക്സ്പയറി വലിയൊരു മൊമെന്റത്തിന് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എക്സ്പയറി മിക്കവാറും ചെറിയ റേഞ്ചിൽ നിലനിൽക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. അതേപോലെ തന്നെ 460 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും, പക്ഷെ തൊട്ടടുത്താണ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ്, തൊട്ടടുത്താണ് റെസിസ്റ്റൻസുകൾ കാണാനുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ റേഞ്ചിൽ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കും. അപ്പൊ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. 22,275 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ 22,600 22,625 റെസിസ്റ്റൻസ് ആണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത് 22,675, അതേപോലെ തന്നെ 22,700, 22,675, 22,700. ഇപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന 22,700 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി സ്റ്റോപ്പ് ലോസ് 22,675 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി. 22,765 മുകളിൽ റെസിസ്റ്റൻസ് 22,865, 865, അതേപോലെ തന്നെ 22,900. ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇന്നത്തെ പോലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,900 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും 22,865 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഹയർ ലെവൽ, വലിയൊരു ഹയർ ലെവല് ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. പക്ഷേ 22,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. ട്രെൻഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നിഫ്റ്റിക്ക് 22,765 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, 22,675 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകുക. 22,675 താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 22,625 സപ്പോർട്ട്, 575 സപ്പോർട്ട്, 460 സപ്പോർട്ട്. ഇനി ഓപ്പൺ ചെയ്യുന്നത് 22,460 താഴെയാണെങ്കിൽ ആണ് വീക്ക്നെസ് വരുന്നത്. 350, അതേപോലെ തന്നെ 320 അടുത്ത സപ്പോർട്ട്, 250 വരെ നിഫ്റ്റിയുടെ സപ്പോർട്ട് റേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് 250 താഴത്തേക്ക് പോയാലും തിരിച്ച് 250 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതേ രീതിയിൽ നിഫ്റ്റിയുടെ എക്സ്പയറി മാനേജ് ചെയ്യുക. കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം കൂടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.